ആൾദൈവമല്ല കുഞ്ഞ, നിങ്ങളിൽ ഒരാളാണ്. ഒരു ക്രിസ്തീയ വിഭാഗത്തിൽ പോരുന്ന ഒരാളാണ്. പിന്നീടാണ് വീണ്ടും ഇതിലേക്ക് തന്നെ തിരികെ വരുന്നത്. ആ ഒരു കഥയൊന്ന് പറയാമോ? ഇപ്പൊ അമ്മയ്ക്കൊരു അനാദ്യന്തമാദ്യം പരം തത്വമേഘം ഒരു ദൈവീ ഭാവത്തിലാണ് അല്ലെങ്കിൽ ദൈവിക ഭാവത്തിലാണ് നോക്കിക്കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമങ്ങളോ അല്ലെങ്കിൽ മുൻകൂട്ടി അങ്ങ് പറഞ്ഞു പോകും. അഥവാ പറയാതിരുന്നു കഴിഞ്ഞാൽ അത് സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കും കല്യാണം കഴിഞ്ഞ സമയം പോലെ എന്നിലെ മാറ്റം എൻ്റെ അമ്മ ആയിരുന്നു കുഞ്ഞുനാൾ മുതൽ നല്ലോണം അറിഞ്ഞിരുന്ന ആൾ. പക്ഷേ യാഗം നടന്ന സമയത്ത് അമ്മയുടെ നെറ്റിയിൽ ഇവിടം മുതൽ ഇതുവരേക്കും അഗ്നിയാണ് കുറിയായിട്ട് കാണുന്നത്. അത് ഫോട്ടോയിൽ, ഒരു ചെറിയ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് അമ്മ ശ്രീഭദ്രയാണ്. അമ്മേ നമസ്തേ. നമസ്കാരം. അമ്മ, അമ്മയ്ക്ക് കുറച്ച് സിദ്ധികളുണ്ട് എന്ന് കുറേ ആളുകൾ എന്നോട് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ഗുരുക്കന്മാർ അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ അമ്മയുടെ അടുത്തേക്ക് വരുന്നു എന്നും കേൾക്കുന്നുണ്ടായിരുന്നു. അമ്മ ഒരു ആൾദൈവമാണ് എന്ന് പറയുന്ന ചില ആളുകളെയും കണ്ടിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് ആൾദൈവമല്ല കുഞ്ഞ, നിങ്ങളിൽ ഒരാളാണ് കേട്ടോ. അങ്ങനെ ഒരു ഇതിൽ കാണുകയായിരുന്നു ഒരിക്കലും. എനിക്കതൊരു അപേക്ഷയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതുവരെയും പുറം ലോകത്തേക്ക് വരാതിരുന്നതും. ഒരു നിമിഷം ഞാനൊരു സ്തുതി ചൊല്ലിക്കോട്ടെ. അനാദ്യന്തമാദ്യം പരം തത്വമേഘം ചിദാകാരരൂപം തുരീയം ത്വമേയം ഹരിബ്രഹ്മമൃഗ്യം പരബ്രഹ്മരൂപം മനോഗാതിരീരം മഹേശം നമാമി. സാക്ഷാൽ മഹേശ്വരനെ, നമ്മുടെ എല്ലാം സൃഷ്ടിസ്ഥിതി ലയകാരണഭൂതനായ പ്രപഞ്ചത്തിൻ്റെ നാഥനുമായ പിതാവായ മഹേശ്വരനെയാണ് സ്തുതിച്ചത്. ഇനി ചോദിച്ചോളൂ. അമ്മയ്ക്ക് ഒരുപാട് സിദ്ധികളുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പലരും പറഞ്ഞ് കേട്ടിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് ഈ സിദ്ധികൾ എന്ന് പറഞ്ഞാൽ? സിദ്ധികൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയെടുത്തതല്ല കുഞ്ഞ. അത് അതിൻ്റേതായ സമയം വന്നപ്പോൾ ഒക്കെ പുറത്തേക്ക് വന്നു. അത് സിദ്ധിയായിട്ടോ മറ്റൊന്നും ആയിട്ടൊന്നും കാണുന്നില്ല. നിങ്ങളിൽ ഒരാളെ പോലെ നല്ല രീതിയിൽ ജീവിച്ച്, അതായത് സാധാരണ ഒരു മനുഷ്യനെ പോലെ ജീവിച്ച് നല്ല ഒരു കുടുംബിനിയായിട്ട് വന്നിരുന്ന ആളാണ് ഞാൻ. പെട്ടെന്ന് തന്നെ തറവാട്ടിൽ എൻ്റെ ഒരു മൂത്ത സഹോദരൻ്റെ ജോലി സംബന്ധമായ ഒരു പ്രശ്നം വന്ന സമയത്ത് അവർ ചോദിച്ചറിയാൻ പോയി. ആ സമയം അല്ല, ഇങ്ങനെ വെറുതെ ചോദിച്ചറിഞ്ഞാൽ പോരാ, ദേവപ്രശ്നം വെക്കേണ്ട ഒരു തറവാടാണ്, അപ്പോൾ അത് ചെയ്യണം. അങ്ങനെ ദേവപ്രശ്നത്തിലേക്ക് കടന്നു കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ പാലക്കാട് താമസിക്കുകയായിരുന്നു. എൻ്റെ കുടുംബം അവിടെയാണ്. അപ്പോൾ അവിടുന്ന് എന്നെ വിളിപ്പിക്കുക ചെയ്ത്, ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിപ്പിച്ച് വന്നു. പിന്നെ അനേകം പോറ്റുമാർ വരലും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ നടത്തി അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു 3 തട്ടായിട്ടാണ് എൻ്റെ ഒരു ലൈഫ് തന്നെ വന്നിരിക്കുന്നത്. അതിൽ നിന്നാണ് ഒരു ഡിസംബർ 21-ാം തീയതി, എൻ്റെ നക്ഷത്രം അശ്വതി തന്നെയാണ്, അശ്വതി ദശമി ദിവസമാണ് പൂർണ്ണതയിലേക്ക് വന്നത്. അതായത് എന്നിലെ അവിടെ വന്ന പോറ്റിമാർ പറഞ്ഞു വെച്ചാൽ അമ്മയിലെ ദിവ്യത്വം മറന്നേക്ക് പുറത്തേക്ക് വന്നു എന്ന്. പക്ഷെ അപ്പോഴും ഇതേപോലെ തന്നെയാണ്, അല്ലാതെ പ്രത്യേകിച്ചൊരു വേറൊരു രീതി എനിക്ക് അറിയണില്ല. അല്ല, ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ഇങ്ങനെ പറഞ്ഞത് ഇതേപോലെ ഒരു അമ്മയുണ്ട്, അമ്മയ്ക്ക് കുറച്ച് സിദ്ധികളുണ്ട്. ഞാനപ്പോൾ എൻ്റെ മനസ്സിൽ കരുതിയത് ഇവിടേക്ക് വരുമ്പോൾ ഒരു കുറിയൊക്കെ തൊട്ട് ഭസ്മമൊക്കെ ഇട്ടിരിക്കുന്ന ഒരു കാവ്യധാരിയായിട്ടുള്ള അമ്മയായിരിക്കും എന്നാണ്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ അമ്മയെ കാണുമ്പോൾ അമ്മ നന്നായി അണിഞ്ഞൊരുങ്ങി ഒരു കുറി പോലും ഇട്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ്? കുറി ഇടാൻ ചെറുതിലേ മുതൽ കുറി ഇടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഒരു യാഗസമയത്താണ് അത് കുറി വേണ്ട എന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലായത്. തറവാട്ടിൽ തന്നെ കുറി ഇടാത്തതിൻ്റെ പേരിൽ അച്ഛൻ ഇച്ചിരി ദേഷ്യപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തറവാട്ടിലെ ക്ഷേത്രത്തിൽ ഉത്സവമൊക്കെ നടക്കുന്ന സമയത്ത് അത് കൊണ്ടുവന്നിട്ട് കുറി തൊടുമല്ലോ എല്ലാവരും. അപ്പോഴും കൂട്ടാക്കിയിട്ടുണ്ടായില്ല. പക്ഷേ യാഗം നടന്ന സമയത്ത് അമ്മയുടെ നെറ്റിയിൽ ഇവിടം മുതൽ ഇതുവരേക്കും അഗ്നിയാണ് കുറിയായിട്ട് കാണുന്നത്. അത് ഫോട്ടോയിൽ, ഒരു ചെറിയ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ആരും കുറി തൊടുന്ന കാര്യം പറഞ്ഞിട്ട്
ഇവിടെ വരുന്നവരും ചോദിക്കാറുണ്ട്, അമ്മ ഒരു കുറി ഇടാറില്ല, ഒന്നും ഇടാറില്ല. ഇനി നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറി തൊട്ട് കാണിക്കാം. അപ്പോൾ അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ അമ്മയോട് സംസാരിച്ച വേളയിൽ അമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ്, അമ്മ ഒരു ക്രിസ്തീയ വിഭാഗത്തിൽ പോയിരുന്ന ഒരാളാണ്, പിന്നീടാണ് വീണ്ടും ഇതിലേക്ക് തന്നെ തിരികെ വരുന്നത്. ആ ഒരു കഥയൊന്ന് പറയാമോ? ഇപ്പോൾ അമ്മയ്ക്കൊരു സിദ്ധി ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം. അത് ഞാൻ പഠിക്കുന്ന സമയത്തായിരുന്നു അങ്ങനെ ഒരു സ്തുതി സ്തോത്രങ്ങളോട് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ പള്ളിയിലൊക്കെ പോയിട്ട് അത് കേൾക്കാനും കൂടുതൽ അതിലേക്ക് ഭയങ്കര ഒരു ത്വരയെന്ന് തന്നെ പറയാം. സ്തുതികൾ കേൾക്കുമ്പോൾ അതിലേക്ക് ഭയങ്കര ആകർഷണമായിട്ട് അങ്ങനെ പോയപ്പോൾ പള്ളിക്കാരൊക്കെ കൂടെ പറഞ്ഞു നന്നായി പാടുകയും ചെയ്യും. അവരുടെ പ്രാർത്ഥന കേട്ട് പഠിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്തെങ്കിലും രോഗങ്ങളുള്ളവരെ ചിലരെ പോയി സ്പർശിക്കും. അപ്പോൾ ചിലരോട് പറയും മാറും കേട്ടോ എന്ന് പറയും. അത് ഫലപ്രദമായി വന്നപ്പോൾ അവരെന്നെ അതിലേക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി. വീടുകളിൽ പോയിട്ട് പ്രാർത്ഥന കഴിക്കുക, അവരെ സ്പർശിക്കുക, രോഗികളെ. അങ്ങനെ വന്ന സമയത്താണ് അന്നത്തെ ബിഷപ്പായിരുന്ന ജോർജ് ഐസക്കച്ചൻ, അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടു. അദ്ദേഹവും എന്നെ പള്ളിയിലേക്ക് ചേർക്കുക ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോഡ്വേ CSI ചർച്ചിലാണ്. അപ്പോൾ അന്ന് മോഡറേറ്റർമാരായിരുന്നവരാണ് അമേരിക്കയിൽ നിന്ന്, വാഷിങ്ടണിൽ നിന്ന് വന്നവരാണ്. അവരെന്നെ ദത്തെടുക്കാൻ വരെ നിന്നു, കൊണ്ടുപോകാനൊക്കെ. അത് തറവാട്ടിലാണെങ്കിൽ പെൺകുട്ടികളില്ലാതെ കിട്ടിയ ഒരാളും കൂടെ ഒരു ഹിന്ദു തറവാട്ടിൽ നിന്നും ക്രിസ്ത്യനിലേക്ക് വന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അതൊരു ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് അവർ പള്ളിയിൽ ചേർത്തി. അതായത് 1984 പള്ളിയിൽ ചേർന്ന്, എറണാകുളത്ത് പഠിക്കാൻ പോയ സമയത്താണ്. അങ്ങനെ പള്ളിയിൽ ചേർന്നു. എനിക്ക് പിന്നെ മനസ്സിലായി ഞാൻ എത്തേണ്ട സ്ഥലത്ത് എത്തേണ്ടി വരുന്നത് കൊണ്ട് നേരത്തെ ഇതിലേക്ക് ആയതാണ്. ആ പള്ളി മുഖാന്തരം ഒരു ഇതിന് പോയതാണ്, ക്യാമ്പിന് പോയതാണ് പാലക്കാട്. അപ്പോൾ അവിടുത്തെ CSI ചർച്ചിൽ ഞങ്ങൾ ക്യാമ്പിന് കൊണ്ടുപോയപ്പോൾ അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്താണ് പുറകിൽ നിന്ന് ഒരു സ്തുതി കേൾക്കുന്നുണ്ട്. വിശുദ്ധനൻ തമ്പുരാൻ, ഒരു മുഴങ്ങുന്ന ശബ്ദത്തിലൊരു പാട്ടാണ്. സ്നേഹിക്കുന്നതിനെയും വിശ്വസ്തന്മാർ. ആ സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസ്തൻ മാറാത്തവൻ എന്ന് പറയുമ്പോൾ അത് എൻ്റെ രക്ഷകൻ എന്നാണ്. ആ എൻ്റെ രക്ഷകൻ എന്ന ഒരു വാക്ക് എൻ്റെ ഉള്ളിൽ തറച്ചു. പക്ഷെ ആളെ കണ്ടില്ല. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിന് ശേഷം അവിടെ നിന്നാണ് അന്വേഷണം വന്നത്, ഈ കുട്ടിയെ തരുമെന്ന്. അപ്പോൾ ഓൾറെഡി ക്രിസ്ത്യൻ ആയതുകൊണ്ട് പിന്നെ ആ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായില്ല. എന്നാലും ഒരു 3 വർഷം ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു. പിന്നെ തറവാട്ടിൽ നിന്ന് എല്ലാവരും കൂടെ സമ്മതിച്ചിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ പാലക്കാട് മരുമകളായി, അദ്ദേഹം അനന്തപുരിയുടെ മരുമകനുമായി. അങ്ങനെ അതിൽ ഞങ്ങൾക്ക് ഒരു മകളും ഉണ്ടായി. അപ്പോൾ കല്യാണം കഴിഞ്ഞ സമയം മുതൽ എന്നിലെ മാറ്റം, എൻ്റെ അമ്മ ആയിരുന്നു കുഞ്ഞുനാൾ മുതൽ നല്ലോണം അറിഞ്ഞിരുന്ന ആൾ. അമ്മയ്ക്ക് എന്നിൽ നിന്നും പല വ്യത്യാസങ്ങളും രൂപങ്ങളും മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ പക്ഷേ അമ്മ ആരോടും ഒന്നും പറയരുതെന്ന് എനിക്ക് ചട്ടം കെട്ടി തന്നിരുന്നു. പക്ഷെ എൻ്റെ ഭർത്താവാണ് എന്നെ എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കിയത്. എൻ്റെ ഓരോ മാറ്റങ്ങളും അദ്ദേഹം ഉൾക്കൊണ്ടു, മനസ്സിലാക്കി. ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല വിഷമവും ഉണ്ടായിരുന്നു. ഇത് എത്ര നാളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു ആശങ്കയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെ തറവാട്ടിലെ ഈ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്കും ആ ഒരു പൂർണ്ണതയും 2004 ആ പൂർണ്ണതയും വന്നു. അപ്പോൾ അതിനു മുന്നും ഭർത്താവിൻ്റെ വീട്ടിലായിരുന്ന സമയത്തും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മുൻകൂട്ടി പറയാൻ തോന്നിയാൽ പറയും. അപ്പോൾ അത് സംഭവിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഇതായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മച്ചി എൻ്റെ നാവ് പോലും നോക്കിയിട്ടുണ്ട്, കരുനാവാണോ കുട്ടിക്ക് എന്ന് ചോദിച്ചിട്ട്. പക്ഷെ അങ്ങനെ മുൻകൂട്ടി അങ്ങ് പറഞ്ഞു പോവും. അഥവാ പറയാതിരുന്നു കഴിഞ്ഞാൽ അത് സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കും അയ്യോ അത് പറയേണ്ടതായിരുന്നു എന്നുള്ളത് തോന്നി. അപ്പോൾ നേരത്തെ കൂട്ടി ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു കൊടുക്കണം. ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരു
നമുക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞ് അത് സോൾവ് ആക്കുന്നതിന് മുന്നേ, ആ പ്രശ്നം വരുന്നതിന് മുന്നേ തടയുന്നതല്ലേ കുഞ്ഞെ ഏറ്റവും നല്ലത്. അത് ശരിക്കും ദൈവീകതയാണ്. ആദ്യകാലങ്ങളിലൊക്കെ നമ്മുടെയൊക്കെ തറവാടുകൾ, കുടുംബങ്ങളിൽ ആദ്യം മുതൽ എല്ലാ കുടുംബങ്ങളും മറ്റു മതങ്ങളെന്ന് പറയുന്നത് മറ്റേ ദൈവീകത എല്ലാം വന്നു കയറിയതാണ്. നമ്മൾ ഇരുകൈ നീട്ടി സ്വീകരിച്ചതാണ് എല്ലാവരെയും, അല്ലേ? അപ്പോൾ ഭഗവാൻ പറഞ്ഞു തന്ന ഒരു പാഠം എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മുടെ അതിഥികളാണ്. അപ്പോൾ ആ അതിഥികളെ ദൈവത്തിന് തുല്യരായിട്ടാണ് നമ്മൾ കരുതി സ്വീകരിച്ചത്. അങ്ങനെ സ്വീകരിക്കുക എന്ന് പറയും പോലെ നമ്മൾ ആദ്യകാലം മുതൽ എല്ലാവരും പ്രകൃതിയെ ആരാധിച്ചും സ്നേഹിച്ചും ലാളിച്ചും നമ്മളെ തിരിച്ച് പ്രകൃതി അതുപോലെ പ്രകൃതിയുടെ തൊട്ടിൽ നമ്മളെ സുരക്ഷിതരായിട്ട് കൊണ്ട് നടന്നു. ഇന്ന് കേൾക്കുന്ന രീതിയിലുള്ള രോഗങ്ങളോ ദുരിതങ്ങളോ പ്രയാസങ്ങളോ അന്നുണ്ടായിരുന്നോ? ഇല്ല. നിങ്ങൾ ചരിത്രം താഴേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ സാധാരണ കൃഷിയായാലും കാര്യങ്ങളായാലും മറ്റെന്ത് ജോലികളായാലും മനുഷ്യർ നല്ല സന്തോഷത്തോടെ ചെയ്തിരുന്നു. ഇപ്പോൾ അങ്ങനെയാണോ? അല്ല. സന്തോഷം എന്നുള്ളത്, സമാധാനം എന്നുള്ളത് ആർക്കറിയുന്നു? ആർക്കും അറിയില്ല. സമാധാനവും സന്തോഷവും രുചിച്ചറിയണമെന്നാണ് പറയണത്. അതൊന്നും ഇപ്പോൾ രുചിക്കാൻ കിട്ടുന്നില്ല. പിന്നെയല്ലേ അറിയാല്ലേ? അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഇപ്പോൾ അമ്മയുടെ മകളാണെങ്കിൽ പോലും ആ ഒരു ഹൈ ലെവൽ പോസ്റ്റിലിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് അമ്മ എന്നുള്ള കൺസെപ്റ്റിനപ്പുറത്തേക്ക് ഒരു ദൈവീ ഭാവത്തിലാണ്, അല്ലെങ്കിൽ ദൈവിക ഭാവത്തിലാണ് നോക്കിക്കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമങ്ങളോ അല്ലെങ്കിൽ എൻ്റെ മകൾ അകന്നു പോകുന്നു അങ്ങനെ എന്തെങ്കിലും? അല്ല, അയാൾക്ക് അമ്മയെ അറിയാൻ സമയം കൊടുത്തു. ഏതാണ്ട് 1.25 വർഷത്തോളം അമ്മയെ, കാരണം ക്രിസ്തീയ കുടുംബത്തിൽ ക്രിസ്ത്യാനായിട്ട് ജനിച്ചാണ് കുഞ്ഞിനെ മാമോദീസ കൊടുത്ത് വളർത്തി എല്ലാം ഇതിൽ കൊണ്ടുവന്ന്. ഹൈന്ദവ ദൈവികതയെക്കുറിച്ച് ഒന്നും കുട്ടിക്ക് അറിയില്ല. ആ രൂപങ്ങളോ ഭാവങ്ങളോ ഒരു ഫോട്ടോ പോലും കാണിച്ചു കൊടുത്തിട്ട് കുഞ്ഞിനെ അറിയില്ല. പക്ഷേ അമ്മയുടെ പൂർണ്ണത എത്തിയതിന് ശേഷം, അയാളുടെ 17 വയസ്സിലാണ് അമ്മയ്ക്ക് പൂർണ്ണത എത്തുന്നത്. ആ 17 വയസ്സ്, എൻ്റെ കഴിഞ്ഞ ജന്മത്തിൻ്റെ 17 വയസ്സിൻ്റെ അവസാനമായിരുന്നു അത്. വീണ്ടും ഇപ്പോൾ മകൾക്ക് 17 വയസ്സായപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയത്. അതാണ് ഇത്രയും ലേറ്റായത്. ഏതിനൊരു സമയവും കാലവും നിമിത്തവും ഒക്കെ ഉണ്ടല്ലോ കുഞ്ഞെ. അപ്പോൾ മകള് ഒരു വിധത്തിൽ അമ്മയെ, കാരണം അയാളുടെ അമ്മയായിട്ടാണ് അയാൾ കണ്ടിരിക്കുന്നതെല്ലാം. കുഞ്ഞുനാളിലെ അമ്മയിലുള്ള വ്യത്യാസം അയാൾക്കറിയാം. കാരണം അയാളെ കൂടുതൽ പോറ്റി വളർത്താനോ ഒന്നിനും എനിക്ക് സാധിച്ചിട്ടില്ല.